കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ത്രിദിന സഹവാസ ക്യാമ്പിലെ വിദ്യാർത്ഥികൾ കോവളം കവികളുടെ സ്മാരകം സന്ദർശിച്ചു. ചരിത്രമുറങ്ങുന്ന ആവാടുതുറയിലെ സ്മാരകത്തിൽ 60ഓളം കുട്ടികളാണ് എത്തിയത്. കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേമം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നുവരുന്ന ത്രിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം സംഘടിപ്പിച്ചത്. രാമകഥാപാട്ടിന്റെയും ഭാരതപ്പാട്ടിന്റെയും കർത്താക്കളായ അയ്യപ്പിള്ളി ആശാൻ, അയ്യനപ്പിള്ള ആശാൻ എന്നിവരുടെ സ്മരണയ്ക്കായി കോവളം ആവാടുതുറയിൽ നിർമ്മിച്ച സ്മാരകമാണ് കുട്ടികൾ സന്ദർശിച്ചത്. 15ാം നൂറ്റാണ്ടിൽ ഈ പുസ്തകങ്ങൾ രചിക്കപ്പെട്ട മണ്ണിലെത്തിയ വിദ്യാർത്ഥികൾക്ക് അതൊരു പുതിയ അനുഭവമായി. ഈ പാട്ടുകൾ പാടിയിരുന്ന ഗോമതിയമ്മ 5 വർഷം മുൻപാണ് അന്തരിച്ചത്. അവരുടെ ഓർമ്മകളും സ്മാരകത്തിൽ പങ്കുവയ്ക്കപ്പെട്ടു. സ്മാരകത്തിലെത്തിയ കുട്ടികളെ സെക്രട്ടറി അഡ്വക്കേറ്റ് R. വിനായകൻ നായർ സ്വീകരിച്ചു. നേമം ഗവൺമെന്റ് UPSലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നമസ്കാരം, ഞാൻ DLED സ്റ്റുഡൻ്റ് ആണ്. നേമം ഗവൺമെന്റ് UPS സ്കൂളിലെ അധ്യാപക പരിശീലനത്തിനായി എത്തിയതായിരുന്നു. ആ സ്കൂളിൽ നടന്ന ക്യാമ്പിൻ്റെ ഭാഗമായി എനിക്ക് ഒരു അവസരം ലഭിച്ചിരുന്നു. കോവളം കവികളുടെ സ്മാരകത്തിൽ സന്ദർശിക്കാനായിരുന്നു. അയ്യപ്പിള്ളി ആശാൻ്റെയും അയ്യനപ്പിള്ളി ആശാൻ്റെയും സ്മാരകത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ പുസ്തകത്തിൽ വായിച്ചതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യപ്പോൾ കയറിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഉണ്ടായിരുന്നത്. സാധാരണ നമ്മളൊരു അമ്പലത്തിൽ പോകുന്ന പോലെയോ അങ്ങനത്തെ ഒരു ഫീൽ അല്ലായിരുന്നു. എന്തോ എൻ്റെ മനസ്സിനെ എന്തോ പിടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്തോ എൻ്റെ മനസ്സിലോട്ട് ഉള്ളിലോട്ട് കയറുന്ന എന്തോ ഒരു ചൈതന്യവും എന്തോ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ സ്മാരകത്തിൽ വന്നപ്പോൾ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നത്, ഊരുട്ടമ്പലത്ത്. എന്നിട്ട് പോലും എനിക്ക് തിരുവനന്തപുരത്ത് താമസിക്കുന്ന രീതിയിൽ എനിക്ക് ഇവിടെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സ്മാരകം ഇവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു അനുഭവമാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു, ഇങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ടായി. അതേപോലെ തന്നെ കവികളെക്കുറിച്ച് എനിക്ക് അറിയാനും സാധിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവം, അതുപോലെ തന്നെ വളരെ മഹത്തായ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കവികളുടെ സ്മാരകത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ഇവിടെ നല്ല പായ്മയുള്ളതും കവികളുടെ കൃതികളെക്കുറിച്ചും ഇവിടുത്തെ ഉള്ള ഇതിഹാസത്തെക്കുറിച്ചും പരമ്പരാഗതയെക്കുറിച്ചും എല്ലാം നമുക്ക് പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു സാർ നമുക്ക് എടുത്തു തന്നത്. അയ്യപ്പിള്ളി ആശാന്റെയും അയ്യനപ്പിള്ളി ആശാന്റെയും മഹത്തായ പ്രശസ്തമായ 2 കൃതികളെ പറ്റിയും നാം അറിയുന്നുണ്ടായിരുന്നു. ഈ അറിവ് എനിക്ക് പുതിയതാണ്. എൻ്റെ കൂടെ വന്ന കുട്ടികൾക്കും ഇത് പുതിയതായിരിക്കാം. എന്തായാലും ഇത് വളരെ നല്ല രസകരമുള്ള ഒരു സെക്ഷനായിരുന്നു. ശ്രീ വിനായക സാർ നമുക്ക് നന്നായി കാര്യങ്ങൾ കുറച്ച് വിശദകരമായി പറഞ്ഞു തന്നു. നദി കടന്തു നാരനിളയനോടും തുടർന്നവർ പോനകാലം തുങ്കവഞ്ചിയിലായൂരാമൻ ഇമ്പടവനമിതേതോ പാതകിയ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ശൈലജയാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. GTV ന്യൂസ്, തിരുവനന്തപുരം.